മതത്തിനെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് താളത്തിൻ്റെയും സംഗീതത്തിൻ്റെയും വേറിട്ട് ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനമാണ് ഒപ്പന എന്ന് പറയുന്നത്. സംസ്ഥാന കലോത്സവ പ്രധാന വേദിയിൽ ഒപ്പന അരങ്ങേറിക്കൊണ്ടിരിക്കവേ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് കുറച്ച് ഒപ്പന സുന്ദരിമാരെയാണ്. മണവാട്ടി ഉൾപ്പെടെയുണ്ട്. അപ്പോൾ നമുക്ക് ഇവരോട് ഒപ്പനയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ചോദിച്ചറിയാം. പേരെന്താണ്? നുഹ ഹനീഫ്. ഷിഗ. ആയിഷ രദ്വ. ഫറവ. ദേവതീർത്ഥ ഷിലിൻ. ഫ്രാൻസിസ്ക. അഭിരാമി. ആൻമറിയ. നാഫിയ അൻവർ. ദേവ്ന ദിനേശ്. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? നമ്മൾ സീക്രട്ട് ഹാർട്ട് തലശ്ശേരി, കണ്ണൂർ ജില്ല. എന്താ പറയുക, ഒരു മതേതരത്വത്തിൻ്റെ കലാരൂപമായിട്ട് ഒപ്പന ഇവിടെ മാറിയിരിക്കുകയാണ്. വിവിധ മതത്തെ എടുത്തു പറയുകയല്ല, എന്നാൽ പോലും മതത്തെ ചൊല്ലി തർക്കിക്കുന്നവരൊക്കെ ഒരു മാതൃകയാവേണ്ട ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവരുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. ഇനി ഈ ഒരു കലോത്സവ വേദിയിൽ, സംസ്ഥാന കലോത്സവ വേദിയിൽ ഈ ഒരു ഒപ്പനയുമായിട്ട് നിൽക്കുമ്പോൾ എന്ത് അനുഭവമാണ് തോന്നുന്നത്? നമുക്ക് ഏറെക്കുറെ സന്തോഷമുണ്ട്. ഇത്രയും കാലം ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും സബ് ജില്ലാ കലോത്സവം അതുപോലെ തന്നെ ജില്ല, ഇവിടെ നിന്നെല്ലാം ഫസ്റ്റ് പ്രൈസ് കിട്ടി ഇങ്ങനെ പൊരുതിയാണ് വന്നത്. അപ്പം ഇത്തരത്തിൽ നിങ്ങളുടെ കൂടെ നിന്നത് ആരാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു മോട്ടിവേഷനായി നിങ്ങളുടെ ഒപ്പം നിന്നത് ആരാണ്? നമ്മളെ സാറുണ്ട്, ഒപ്പനുണ്ട് റസാഖ് സാർ, പിന്നെ നമ്മൾ ടീച്ചേഴ്സ്, HM എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് കൊല്ലത്തെത്തി ഈ വട്ടത്തെ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തു. ആ ഒരു അവസരത്തിൽ ആദ്യമായിട്ടാണോ സംസ്ഥാന കലോത്സവത്തിൽ എത്താൻ പറ്റിയത്? ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10th. അപ്പോൾ 10th പഠിക്കുന്നത്. ഇപ്പം ഇവിടെ എത്തി നിൽക്കുന്നു. ഓക്കെ, അത്രയും ദൂരത്തു നിന്ന് ഇവിടെ എത്തി. എങ്ങനെയുണ്ട് നമ്മുടെ കൊല്ലം? അടിപൊളി. കൊല്ലം കണ്ടവന് ഇപ്പൊ കണ്ടിട്ട് ഇല്ലം വേണ്ടാന്ന് തോന്നുന്നുണ്ടോ? അങ്ങനില്ല, നമുക്ക് ഇല്ലവും വേണം, അപ്പം കൊല്ലവും വേണം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടട്ടെ, അല്ലെങ്കിൽ നല്ലൊരു സ്ഥാനം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. 10th ഉള്ളൂ, ഇനി നിങ്ങൾക്ക് HSSലെ വേദികൾ കാത്തിരിക്കുന്നുണ്ട്. ഇവിടം കൊണ്ട് അവസാനിക്കാതെ ഈ നിങ്ങളെപ്പോലുള്ള കൊച്ചു കുരുവികൾ ഇവിടെ നിന്ന് ഇനിയും പാറിപ്പറക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.